രേണുസുതിക്കെതിരെ കിച്ചു ഉണ്ടെങ്കിൽ ഒരു വീഡിയോയിൽ സംസാരിച്ചതിന് ശേഷം രേണുവിന് കുറേയധികം നെഗറ്റീവ് കമൻസും കുറേയധികം പേര് ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് രേണുവിനെതിരെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രേണുവിന് സപ്പോർട്ടായിട്ടും കുറേയധികം പേര് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു മെയിനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ജാസി എന്ന് പറയുന്നത്. ജാസി പല വീഡിയോസിലും വന്ന് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചു ഇത് കണക്ക് ചെയ്ത് ശരിയായിട്ടില്ല, ഇത് രേണുവിന് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ വിഷമായിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു കിച്ചു ഇത് കണക്ക് വീഡിയോ ഇട്ടതിന് ശേഷം താനുണ്ടെങ്കിൽ രേണുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേണു സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര വിഷമത്തിലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ജാസി പറയുന്നത്. ഭയങ്കരമായിട്ടുള്ള കരഞ്ഞുകൊണ്ടൊക്കെയാണ് തൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് കിച്ചു വീഡിയോ ഇട്ടതിനേക്കാൾ തനിക്ക് വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ ഈ ഒരു കാര്യം എടുത്തു വെച്ച് തന്നെ ഭയങ്കരമായിട്ടുള്ള മോശമായിട്ട് കമൻസും കാര്യങ്ങളൊക്കെ ഇടുമായിരുന്നു. അത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കിയെന്നും കിച്ചുവിന് ചിലപ്പം പൈസ കൊടുത്തു അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു പേടിപ്പിച്ചൊക്കെ ആയിരിക്കും ഇങ്ങനെ പറയാനുള്ള ഒരു സാധ്യത എന്നാണ് തൻ്റെ അടുത്ത് രേണു പറഞ്ഞതെന്നും ഒരിക്കലും കിച്ചുവിനെ രേണു തള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടിയായിരുന്നു ജാസി ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.